നമസ്കാരം. ഇന്ന് നമുക്ക് ചിരിച്ചുകൊണ്ട് വഞ്ചിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ടോപ്പിക് എടുത്ത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ എയറിൽ കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാലും ഞാൻ പറയുവാണ്, ഇതൊരു പൊതുഫലമാണ്. ഈ പറയാൻ പോകുന്ന നക്ഷത്രക്കാരെല്ലാവരും ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. ജാതകത്തിൻ്റെയും രാശിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവർ ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കാം. പക്ഷേ പൊതുവായിട്ട് ഈ നക്ഷത്രക്കാർ ചിരിച്ചുകൊണ്ട് വഞ്ചിക്കുന്ന ടൈപ്പുള്ള ആളുകളായിരിക്കും. ഈ നക്ഷത്രക്കാരോട് അടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. കാരണം ഇവരെപ്പോഴാണ് നിറം മാറുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കൂടെ നിന്ന് നമ്മളെ ചതിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ പാർട്ട്ണറോ നമ്മുടെ കൂട്ടത്തിലുള്ള സഹപാഠിയോ ആരും ആയിക്കട്ടെ, നമുക്ക് കൂട്ടത്തിൽ നിൽക്കുന്ന സമയത്തൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചതിക്കുഴിയിലിട്ട് കടന്നു കളയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവസാന നിമിഷം വരെ ഒരു പിടിയും തരാതെ നമ്മുടെ കൂടെ ഉണ്ടാവും അവർ. എന്നാൽ ഇവർ ചിരിച്ചുകൊണ്ട് നമ്മളെ ചതിക്കും. അതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള കാര്യം. കൂടെ നിൽക്കുന്നവരുടെ മനസ്സിനെ വേദനിപ്പിക്കുക എന്നൊരു കാര്യം ഇവർക്കുണ്ടായിരിക്കും. പലരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കില്ല, പക്ഷേ ഭൂരിഭാഗവും ഇങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആളുകളായിരിക്കും ഈ നക്ഷത്രക്കാർ. അവരേതൊക്കെയാണ് നമുക്ക് നോക്കാം. പൂയം, അനിഴം, പൂരാടം, പൂരുരുട്ടാതി. ഈ നക്ഷത്രക്കാരാണ് ചിരിച്ചുകൊണ്ട് ചതിക്കുന്ന നക്ഷത്രക്കാർ. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് പൊതുഫലമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.